സ്വാഗതം. എത്ര മനോഹരമായ ഞായറാഴ്ച പ്രഭാതം. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മോടൊപ്പമുണ്ട്. കർത്താവിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരാകയാൽ നമ്മൾ നന്ദിയുള്ളവരാണ്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം കഴുകപ്പെട്ടവരായതിനാൽ നമ്മൾ നന്ദിയുള്ളവരാണ്. അവന്റെ സാമീപ്യം നമ്മുടെ മഹത്വമായതിനാൽ നമ്മൾ ശക്തരാണ്. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. ആരാധനാ സംഘത്തിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ നന്നായി പാട്ടുപാടാൻ കഴിയുന്നത് കൊണ്ടല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ പാട്ടുപാടാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിനെ രാവും പകലും നിന്നുകൊണ്ട് ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ദൂതന്മാർ കർത്താവിനുണ്ട്. അവർ അവനെ പൂർണ്ണ നിലയിൽ ആരാധിക്കുന്നു. അവർ അവനെ ഏറ്റവും ശ്രേഷ്ഠമായി ആരാധിക്കുന്നു. കർത്താവ് പൂർണ്ണ ശ്രേഷ്ഠത ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാധിക്കാൻ ദൂതന്മാരോട് ആവശ്യപ്പെടും. താളം നഷ്ടപ്പെട്ടാലും സ്വരം നഷ്ടപ്പെട്ടാലും കർത്താവ് തന്റെ വിശുദ്ധന്മാരുടെ ശബ്ദം കേൾക്കാൻ സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞ് നോക്കുന്നു. ഞാൻ ഇവിടെ ആരാധന നയിച്ച സംഘത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് എല്ലാവരെയും കുറിച്ചാണ്. അവന്റെ മക്കൾ ആരാധനയോടെ അവന്റെ അടുത്തേക്ക് വരുന്നതിനാൽ കർത്താവ് സ്വർഗത്തെ അവിടെ നിർത്തുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ കൂട്ടായ്മ നമ്മുടെ മേലുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്ത് അനുഭവിക്കുന്ന അതേ സാന്നിധ്യത്താൽ കർത്താവ് നിങ്ങളുടെ ഭവനം നിറയ്ക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ നിറയുന്നു. ഞാൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. കൃപയും സമാധാനവും നിങ്ങളിൽ പെരുകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഏറ്റവും അടുത്തുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഈ വീഡിയോയിലൂടെ നിങ്ങളെ സന്ദർശിക്കുന്നു. അവൻ നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു. അവൻ നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു. യേശുവിന് നന്ദി. നിങ്ങളുടെ വിശുദ്ധ തിരുവെഴുത്തുകളെ തുറന്ന് എന്നോടൊപ്പം വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തൂയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും. നമ്മൾ അവിടെ തന്നെ നിർത്തുക. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. വളർന്നു വന്നപ്പോൾ ദൈവവചനം പഠിക്കാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഷൈജു, വളർന്നു വന്നപ്പോൾ ദൈവവചനം പഠിക്കാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഷൈജു, ഈ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ്. ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ വായിക്കുക. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഓരോ വരിയിലും ഓരോ വാക്കുകളിലും എത്രത്തോളം ആഴമുണ്ടെന്ന്, നമ്മൾക്ക് എത്രത്തോളം പ്രാപിക്കാൻ ഉണ്ടെന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു.
തിരുവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വായനാ സമയത്ത് പോലും നിങ്ങൾ തിടുക്കത്തിൽ പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഓരോ വരിയിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്. ഓരോ വാചകത്തിലും ഓരോ വാക്യത്തിലും അതിൻ്റെതായ ഒരു പ്രകാശമുണ്ട്. അത് പുതിയ പരിജ്ഞാനവും വ്യക്തതയും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിന്റെ ദിശയും നൽകുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഞാൻ യോഹന്നാന്റെ ജീവിതത്തിൽ നിന്നും സുഖസൗകര്യങ്ങൾ എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച് പങ്കിട്ടു. ആവശ്യങ്ങൾ, അവന്റെ ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ, സുരക്ഷിതമായ ജീവിതം ഇല്ലാത്തപ്പോഴും ഇതെല്ലാം എങ്ങനെയാണ് സന്ദർശനങ്ങളുടെ പാതയിലേക്ക് നയിച്ചത്. ഇതിനകം അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ കടന്നു പോകാൻ നിങ്ങൾ സമയമെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ അത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. സംഗീതത്തിൽ നിന്നും കലയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും നിങ്ങൾ വിച്ഛേദിക്കണമെന്നും നിങ്ങൾ ചില പ്രത്യേക വസ്ത്രധാരണ രീതി പിന്തുടരണമെന്നും അവര് പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നും പറഞ്ഞ് ചില ആളുകൾ അതിനെ അങ്ങേയറ്റം തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അവർ പുറമേയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അകത്തെ മനുഷ്യനിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവർ നഷ്ടപ്പെടുത്തുന്നു. എല്ലാവരും തെറ്റാണെന്നും നാം പറയുന്നത് മാത്രമാണ് ശരി എന്നുമുള്ള ആത്മീയ ധാരണയിലേക്ക് നാം എത്തുമ്പോൾ മറ്റൊരാളുടെ ദൈവശാസ്ത്രത്തെ ഖണ്ഡിക്കുന്നതിൽ നാം വളരെയധികം വ്യാപൃതരാകുമ്പോൾ അത് യാഥാർത്ഥ്യത്തെ നഷ്ടമാക്കിയതിന്റെ അടയാളമാണ്. കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരാൾ മറ്റുള്ളവരോട് വളരെയധികം കൃപയും കരുണയും കാട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആത്മീക പരിജ്ഞാനം വളരുമ്പോഴും നിങ്ങളുടെ അത്രയും ഗ്രാഹ്യശേഷി ഇല്ലാത്തവരോട് ദയയും കരുണയും കാണിക്കുന്നത് നിങ്ങളുടെ വളർച്ച വെറും ബുദ്ധിയല്ല, പകരം അത് ആത്മീയമാണ് എന്നതിന്റെ അടയാളമാണ്. ഇന്ന് എൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ വ്യാപകമായി സംസാരിച്ച വിഷയങ്ങൾ ഉൾക്കൊള്ളുകയല്ല, എന്നാൽ ഈ വാക്യങ്ങൾക്കുള്ളിലെ അടുത്ത വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ ആത്മാവിലായിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആത്മാവിൽ കേൾക്കാനുള്ള ശേഷി എങ്ങനെ ആത്മാവിൽ കാണാനുള്ള ശേഷിയിലേക്ക് നയിച്ചു എന്ന് നമ്മൾ സംസാരിച്ചു. ഇവ നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അവൻ കേൾക്കുന്ന ഈ ശബ്ദം, ഇവ നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അവൻ കേൾക്കുന്ന ഈ ശബ്ദം അദ്ദേഹത്തിന് വിശദമായ ഒരു നിർദ്ദേശം നൽകാൻ തുടങ്ങുന്നു. കാണിക്കുന്നത് എന്താണ് എന്ന് കാണാനും കാണുന്നത് എഴുതാനും ഈ ശബ്ദം അവനോട് സംസാരിക്കുന്നു. ഈ കത്തുകൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഇപ്പോൾ ശബ്ദം അദ്ദേഹത്തിന് ഒരു വിലാസം നൽകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വളരെ അതിശയകരമായ കാര്യം, അപ്പോസ്തലനായ യോഹന്നാൻ എന്ന ദൈവപുരുഷൻ ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നുവെന്ന് കാണാൻ തിരിയുന്നു. എവിടെയാണ് ഈ ശബ്ദത്തിന്റെ ഉറവിടം? ഞാൻ പങ്കിടുന്നത് വളരെ ശക്തമായ ഒരു മർമ്മമാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്ന എല്ലാറ്റിന്റെയും പുറകെ പോകരുത്. നിങ്ങൾ വിശദാംശങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു. ഒരു വെളിപ്പാടിൻ ഉള്ളിലെ വിശദാംശങ്ങളാണ് നിങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. യുദ്ധങ്ങൾ, മതങ്ങൾ, ഭിന്നതകൾ തുടങ്ങിയ നിരവധി ആളുകളുടെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം അവർ ഓർത്തു അവരാണ് ശരിയെന്ന്. ശ്രദ്ധയുള്ള ദൈവത്തിന്റെ പൈതലെ, കേൾക്കുക മാത്രമല്ല, എന്നാൽ ആ ശബ്ദത്തിന് പിന്നിലെ ശക്തി അറിയാൻ അവൻ എല്ലായ്പ്പോഴും ശ്രദ്ധയുള്ളവനായിരിക്കും. ഇത് ഒരു ദർശനമാണോ? അത് ഒരു സ്വപ്നമാണോ? അതൊരു വെളിപ്പാടാണോ എന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ അതിന്റെ വേരുകളിലേക്കോ
ഉറവിടത്തിലേക്കോ പോകുന്നുവെങ്കിൽ ശത്രു നിങ്ങളെ വഞ്ചിക്കാൻ വലിയ സാധ്യതകളുണ്ട്. വേഗതയേറിയ സാങ്കേതിക വിദ്യയുള്ള ഈ തലമുറയ്ക്ക് ഒരു ബലഹീനതയുണ്ട്. വിവരങ്ങൾ വേഗത്തിൽ കൊണ്ടുവരുന്നു. പെട്ടെന്നുള്ള ഫലങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ പെട്ടെന്നുള്ള വിധികൾ പുറപ്പെടുവിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുന്നു. അതാണ് ബൈബിൾ പറയുന്നത്, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. എന്താണ് ഈ ശരിയായ വിധി? തികഞ്ഞ ന്യായാധിപന്റെ കണ്ണിലൂടെ കാണുക എന്നതാണ് ശരിയായ വിധി. ഒരു ദൈവദാസനോ ദൈവദാസിയോ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് വിധിക്കാതെ ഒരു നിമിഷം എടുത്ത് അവന്റെ ഹൃദയം ശരിയായ ദിശയിലാണോ എന്ന് നോക്കുക. ഒരു ദൈവപുരുഷൻ ധാരാളം നല്ല വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹം എത്ര നല്ലവനാണെന്ന് തീരുമാനിക്കാൻ നമ്മൾ തിടുക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദൈവാത്മാവിന്റെ പിന്തുണയുണ്ടോ എന്ന് നാം ചോദിക്കുന്നില്ല. നമ്മെയും നമ്മുടെ കുട്ടികളെയും ന്യായവിധിയുടെ അപകടകരമായ മേഖലയിലേക്ക് വലിച്ചിടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ന്യായവിധി സിംഹാസനത്തിൽ ഇരിക്കാൻ നമ്മൾ വളരെ വേഗത കാണിക്കുന്നു. ദൈവം മാത്രം ആയിരിക്കേണ്ട സ്ഥലമാണത്. ആ സ്ഥലം ദൈവത്തിന് വിട്ടേക്കുക. നാം സ്വയം പരിശോധിച്ച് ആരംഭിക്കണം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ബുധനാഴ്ച ഞാൻ ഇത് അവസാനമായി പങ്കിട്ടു. സ്വയം കഠിനരാകാതെ സ്വയം ഉറപ്പുള്ളവനായിരിക്കുക. നമ്മെ തന്നെ കഠിനരാക്കാതെ സ്വയം ഉറപ്പുള്ളവനാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം സാധ്യമാകൂ. നാം നമ്മിൽ തന്നെ ഉറപ്പായിരിക്കുമ്പോൾ സ്വയം തിരിച്ചറിയാതിരിക്കരുത്. നാം സ്വയം ദണ്ഡിപ്പിക്കാതെ, ശിക്ഷ വിധിക്കാതെ, വിഷാദത്തിലാകാതെ ജീവിക്കണം. ഈ ലോകം നമ്മെ തുറന്നു കാട്ടുന്നത് എന്തും, പ്രകൃതി മണ്ഡലത്തിൽ നമ്മെ തുറന്നു കാട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ പരിജ്ഞാനത്തെ ബാധിക്കും. ദിവസം മുഴുവനും നിങ്ങൾ എന്തിനാലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് രാത്രിയിലെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഭാഗമാകും. നിങ്ങൾ ശിക്ഷാവിധി ഭയത്തിന്റെയും അപമാനത്തിന്റെയും വിഷയങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും പങ്കെടുത്ത എന്തും നിങ്ങളുടെ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾ ഒരു സ്വപ്നം കണ്ടാൽ അതൊരു നല്ല സ്വപ്നമായതിനാൽ അതൊരു ദൈവിക സ്വപ്നമാണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചു കാലമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു ദർശനത്തിലോ സ്വപ്നത്തിലോ പ്രകടമാകുകയാണെങ്കിൽ ഒരു നിമിഷം താൽക്കാലികമായി നിർത്തി പറയുക, കർത്താവേ, ഇതിന്റെ ഉറവിടം മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാതെ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ വരങ്ങൾ അവരെ നയിക്കാൻ അവർ അനുവദിച്ചു. വരം ലഭിച്ചവരെ അവരുടെ വരം നയിക്കുമ്പോൾ വഞ്ചിക്കപ്പെടുമെന്നുള്ള അപകടമുണ്ട്. നമ്മൾക്ക് അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. ആ അഭിഷേകത്തിന്റെ ഉറവിടത്തിലേക്ക് നാം തിരികെ പോകേണ്ടതുണ്ട്. എല്ലാം ആരംഭിച്ച ഇടത്തേക്ക് നാം തിരികെ പോകേണ്ടതുണ്ട്. അതൊരു സുരക്ഷിത സ്ഥലമാണ്. മോശയെ കുറിച്ച് ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കുക. ഒരിക്കൽ മോശ ഒരു വലിയ കാഴ്ച കണ്ടു. കത്തുന്ന മുൾപ്പടർപ്പ് അവൻ കണ്ടു. അവൻ അതിനെ അകലെ നിന്ന് കാണുന്നു. അദ്ദേഹം തുടർന്നു പറയുന്നു, അവൻ സ്വയം ചിന്തിച്ചു, ഈ മഹത്തായ കാഴ്ച കാണാൻ ഞാൻ തിരിയട്ടെ. കത്തുന്ന ആ മുൾപ്പടർപ്പിനോട് ഒരു ചുവട് അടുക്കുമ്പോൾ കർത്താവ് മോശയോട് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നു. ഈ അശ്രദ്ധകൾക്കിടയിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആശയക്കുഴപ്പങ്ങൾക്കിടയിലും ഈ വേദനയുടെയും ഭയത്തിന്റെയും നഷ്ടത്തിന്റെയും നടുവിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും കണ്ണെടുത്തിട്ട് ആ കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കി പറയുക, ഈ കാര്യം കർത്താവിൽ നിന്നാണ്. ഇത് ദൂരെ നിന്ന് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിനോട് അടുക്കാൻ ആഗ്രഹമുണ്ട്. അവന്റെ സാന്നിധ്യത്തിന്റെ സാമീപ്യം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബവുമായി കൂടുതൽ അടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എൻ്റെ മകനെ, എൻ്റെ മകളെ സ്പർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവനു വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ
കർത്താവ് നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു കാര്യം, അവനോട് അടുക്കുക എന്നത് നിങ്ങളുടെ വലിയ ആശയമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ നിങ്ങളുടെ ആശയത്തെക്കാൾ കൂടുതൽ നിങ്ങളെ അവനിലേക്ക് അടുപ്പിച്ചത് കർത്താവാണ്. ദൈവജനമേ, എന്നെ ശ്രദ്ധയോടെ കേൾക്കുക. നമുക്ക് ദൈവത്തെ സ്വന്തമായി സ്നേഹിക്കാൻ കഴിയില്ല. ഈ വീഡിയോയിലൂടെ പോലും ഒരു സ്നേഹം ജനിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മുടേതല്ല. നമ്മുടെ ജഡം കർത്താവിനെ സ്നേഹിക്കാൻ പ്രാപ്തനല്ല. നമ്മുടെ ജഡം എപ്പോഴും ദൈവിക കാര്യങ്ങളോട് പോരാടുന്നു. ഈ വീഡിയോയിലൂടെ കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെ ആകർഷിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾ ഇത് ഏത് സമയമേഖലകളിൽ ഇരുന്ന് കാണുന്നുവെങ്കിൽ നിങ്ങളെ ആകർഷിക്കുകയും നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാണെങ്കിൽ അത് കർത്താവിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അതിനർത്ഥം നമ്മുടേതല്ലാത്ത നമ്മുടെ സ്നേഹം അവനിൽ നിന്നുള്ളൊരു ദാനമാണ്. ദൈവജനമേ, അല്ലെങ്കിൽ ജീവിതകാലത്തെ ബാധിക്കുന്ന ഒരു വിലയേറിയ നിമിഷം നമുക്ക് നഷ്ടമാകും. ഈ കാലത്തിൽ ശത്രു നമ്മുടെ ശ്രദ്ധ തേടുന്ന തിരക്കിലാണ്, അല്ലേ? ഈ കാലത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതായി ശത്രു ഒന്നിനു പുറകെ ഒന്നായി പരിശ്രമിക്കുന്നു. നമ്മളിൽ ചിലർ ഇതിനിരയായിട്ടുണ്ട്. പക്ഷേ ഇതാ നമ്മൾ വീണ്ടും മുട്ടുന്നത് കേൾക്കുന്നു. യേശുവേ, ഞങ്ങൾ ഈ നിമിഷം നഷ്ടമാക്കില്ല. നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള ഈ നിമിഷം ഞങ്ങൾ നഷ്ടമാക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഹ്വാനത്തോടുള്ള നമ്മുടെ പ്രതികരണം ഒരു രാഷ്ട്രത്തിന്, ഒരു തലമുറയ്ക്ക് ഒരു വഴിത്തിരിവ് നൽകുന്നു. രസകരമായ കാര്യം, ദൈവത്തെ കണ്ടുമുട്ടിയ മോശ പലതവണ ദൈവസന്നിധിയിൽ കയറിച്ചെന്ന് കർത്താവുമായി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് ഒന്നിലധികം തവണ കണ്ടുമുട്ടേണ്ടി വന്നു. ദൈവത്തിന്റെ മക്കളുടെ കാര്യവും ഇത് തന്നെ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, അവർക്ക് ആത്മാവിന്റെ ശക്തമായ ഒരു പ്രവാഹം ഉണ്ടായത് എങ്ങനെയെന്ന് നിങ്ങൾ കാണുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടൽ നടന്നത് അവർക്ക് സാധാരണമായിരുന്നു. കുറച്ച് അധ്യായങ്ങൾ പിന്നീട് ദൈവത്തിന്റെ ശക്തിയുടെ മറ്റൊരു പകർച്ചയ്ക്കായി മടങ്ങിയവർ വരും. ദൈവജനമേ, അതെ, കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നിങ്ങൾ ഇടപെടൽ അനുഭവിക്കുന്നു. ഈ ആഴ്ച സുപരിചിതരാണെന്ന് പറയരുത്. ആഴ്ച തോറും നിങ്ങളുടെ അടുക്കൽ വരുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് സുപരിചിതമാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഈ ശുശ്രൂഷയെ നിസ്സാരമായി ഉപയോഗിക്കരുത്. ഒരു വലിയ അപകടമുണ്ട്. അതിനാൽ നിങ്ങൾ സ്വയം നോക്കി, ഹേയ്, തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് താരതമ്യം ചെയ്യുക. അതെനിക്ക് കുറഞ്ഞുവോ? ശുശ്രൂഷകൾക്കായി നിങ്ങൾ എങ്ങനെയായിരുന്നു തയ്യാറാകുന്നത്? ഇന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നുവെന്ന് സ്വയം താരതമ്യം ചെയ്യുക. ദൈവജനമേ, ശത്രു എപ്പോഴും ഒരു ക്രിസ്ത്യാനിയെ ശീതോഷ്ണമാനാക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അഭിനിവേശം കുറയുന്നു, അവരുടെ തീഷ്ണത കുറയുന്നു, അവരുടെ ഉദാരമനസ്കത കുറയുന്നു, ആരാധന രീതി കുറയുന്നു. പതുക്കെ അവർ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വരുന്നു. അതവരെ ഇനി ബാധിക്കുന്നില്ല. ദൈവം മോശയെ ശക്തമായും വ്യക്തമായും ഉപയോഗിക്കാൻ തുടങ്ങിയത് നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ മുഴുവൻ മോശയെ പോലെ ശക്തമായി പ്രയോജനപ്പെട്ട ആരും ഇല്ലെന്ന് പറയപ്പെടുന്നു. ചെങ്കടൽ പിളർന്ന ശേഷവും അവൻ അത്ഭുതങ്ങൾക്ക് ശേഷം അത്ഭുതങ്ങൾ കാണുന്നുണ്ടായിരുന്നു. സാധാരണയായ അമാനുഷികമായ അത്ഭുതങ്ങൾ. അവന്റെ ശുശ്രൂഷയുടെ ഉന്നതിയിലെത്തിയിട്ട് പോലും മോശ ദൈവത്തോട് നിലവിളിച്ചു. അവൻ പറഞ്ഞു, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. തുടർന്ന് പറഞ്ഞു, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ.
കാരണം ഒരു കാര്യം അവൻ മനസ്സിലാക്കി, ദൈവം തന്റെ മഹത്തായ കൃപയാൽ അവനെ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സാന്നിധ്യം അനുഭവിച്ച ആളുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ അനുഭവിച്ച ആളുകൾ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന ശക്തമായ വിടുതൽ. പക്ഷേ എന്തോ ഒരു കുറവ്. പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശ കയറി പോകുമ്പോൾ ആളുകൾ അവനെ കുറച്ചു നാളത്തേക്ക് കണ്ടില്ല. അവർ ദൈവത്തിൽ വേരൂന്നിയവരല്ലാത്തതുകൊണ്ട് മോശയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് അകന്നു പോകാൻ അവർ തയ്യാറായിരുന്നു. വാസ്തവത്തിൽ അവർ മിസ്രൈമിലേക്ക് മടങ്ങാൻ തയ്യാറായിരുന്നു. അവർക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവർ ആഗ്രഹിച്ചു. അവർ അഹരോന്റെ അടുക്കൽ പോയി പറഞ്ഞു, നോക്കൂ, അവൻ തിരിച്ചു വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അഹരോൻ അവർക്ക് ആരാധിക്കാൻ വേണ്ടി ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആവിഷ്കരിച്ചു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണും അനുഭവിച്ച ശേഷം ഇതാ ഇവിടെ ഒരു ചഞ്ചല ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ജനം. അവരുടെ ജീവിതത്തിൽ മോശയുടെ അഭാവം വന്നപ്പോൾ അവർ മോശയുടെ ദൈവത്തെ മറക്കാൻ തയ്യാറായി. ദൈവജനമേ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഒരു ദൂരം കാരണം കർത്താവിന്റെ നന്മയെ മറക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ അനുഭവിച്ച കൃപയും മഹത്വവും കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ സുപരിചിതത്വത്തെ അനുവദിക്കരുത്. ദൈവജനമേ, നിങ്ങൾക്കറിയാമോ, ഒരു സ്ഥലത്ത് ചാടാൻ ശ്രമിക്കുന്ന ഒരു തവളയുടെ ദർശനം ഞാൻ കാണുന്നു. എന്തോ ഒന്ന് അതിനെ തടയുന്നു. എന്നാൽ ഏകദേശം അത് ഉദ്ദേശിച്ച ഇടത്ത് എത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം നൽകുന്നു. തവള വന്ധ്യതയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അതെ, ശത്രു വന്ധ്യത വരുത്താൻ കാത്തിരിക്കുന്നു. ഫലമില്ലാത്ത അവസ്ഥ. ഓർക്കുക, യേശു പറഞ്ഞു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും. യേശു വീണ്ടും പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരാൻ ശ്രമിക്കുന്ന വന്ധ്യതയുടെ ആത്മാവിനെ പുറത്താക്കുന്നു. ചില സ്വർണ്ണ കാളക്കുട്ടികൾ നിമിത്തം നിങ്ങളുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നുപോയി. അതെ അതെ അതെ, വന്ധ്യതയുടെ ആത്മാവുണ്ട്. ചിലപ്പോൾ അത് വരുമ്പോൾ അത് ദിവസങ്ങൾ മാത്രമായിരിക്കില്ല, ആഴ്ചകളും മാസങ്ങളും പോകാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പതിറ്റാണ്ടുകളായി ഫലങ്ങൾ കാണാനാകില്ല, ഫലം കഴിക്കില്ല. എന്നാൽ ദൈവഹിതമനുസരിച്ചാണ് നിങ്ങൾ ഇത് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയം ഏറ്റെടുക്കട്ടെ. ഈ കാഴ്ചയിലേക്ക് തിരിയട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കാതിരിക്കട്ടെ. നിങ്ങൾ ആ സ്വർണ്ണ കാളക്കുട്ടിയുടെ അടുത്തേക്ക് പോകാതിരിക്കട്ടെ. ആ വ്യതിചലനത്തിലേക്ക് നിങ്ങൾ തിരികെ നടക്കരുത്. നിങ്ങൾ ഒരു നിമിഷം നിർത്തി പറയുക, കർത്താവേ, എന്നെ വിളിക്കുന്നു, ഞാൻ ഇന്ന് പ്രതികരിക്കും. വന്ധ്യതയുടെ ആത്മാവിന് എന്റെ മേൽ അധികാരമില്ല.
ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് വന്ധ്യത അനുഭവപ്പെടില്ല. ഞാൻ കാരണം എൻ്റെ മക്കളുടെ മക്കൾ വന്ധ്യത അനുഭവിക്കില്ല. ഞാൻ ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നു. മോശ തകർന്ന മനുഷ്യനായിരുന്നു. ദൈവം എല്ലാം ചെയ്തിട്ടും ഇവിടെ ദുർബലമായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സ് വളരെ ചഞ്ചലമാണ്. അവർ ഒരു നിമിഷത്തിനുള്ളിൽ മാറും. അവർ ഒരു ദിവസം ഹോശന എന്ന് പാടുന്ന നാവ് കൊണ്ട് മറ്റൊരു ദിവസം ക്രൂശിക്ക എന്ന് പറയും. ദൈവജനമേ, അല്ല, നിങ്ങൾ അവരിൽ ഒരാളല്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. നിങ്ങൾ വാടിപ്പോകയില്ല. കർത്താവ് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാണ്. നിങ്ങൾ ഉറവിടത്തിലേക്ക് തിരിയാൻ പോകുന്നു. നിങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ അടുക്കാൻ പോകുന്നു. നിങ്ങളും നിങ്ങളുടെ വീടും നിങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഈ നിമിഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ചില കാര്യങ്ങൾ കാണുന്നു. നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ കുടുംബാംഗത്തിലേക്ക് തിരിഞ്ഞ് അവരോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കർത്താവിനെ സ്നേഹിക്കും. അതെ, നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? ദയവായി അത് പറയാൻ കഴിയുമോ? ദയവായി 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 അതെ, അവരുമായി കൈകൊടുക്കുക, അവരെ സ്നേഹിക്കുക. കർത്താവിനോടുള്ള നിങ്ങളുടെ അഭിനിവേശം അവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഒരു കുടുംബം എന്ന നിലയിൽ അവരോട് പറയുക, നമ്മൾ കർത്താവിനെ സേവിക്കും. ആരെങ്കിലും അത് കുടുംബമായി സ്വീകരിക്കുന്നുവെന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തെ ബന്ദികളാക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ ഏതൊരു പദ്ധതിക്കെതിരെയും നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനെതിരെയും ഞാൻ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങളുടെ അഭാവം ഉണ്ടാക്കുന്ന ആ ആത്മാവിനെതിരെയാണ് ഞാൻ വരുന്നത്. അതെ, നിങ്ങൾ വളരെയധികം ഫലങ്ങൾ നൽകും. കർത്താവ് നിങ്ങളെ ഒരുക്കുന്നു. കർത്താവ് നിങ്ങളെ ഒരുക്കുന്നു. ഈ കാലത്തിൽ ദൈവജനങ്ങളെ നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നു. യാദൃച്ഛികമായിട്ടല്ല നിങ്ങൾ ഇത് കാണുന്നത്. നിങ്ങളുടെ ജീവിതം വളരെയധികം ഫലം കായ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവജനമേ, ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെ സ്നേഹിക്കരുത് എന്ന് കർത്താവ് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കരുതെന്ന് കർത്താവ് പറയുന്നില്ല. ദൈവം നിങ്ങൾക്ക് നൽകിയ ജീവിതം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്, കുടുംബം എന്നിവ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൂ. എല്ലാം നല്ലതും മനോഹരവും നിർമ്മലവുമാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവ ആസ്വദിക്കൂ. അതേസമയം നിരീക്ഷണ വിധേയമാകാൻ കഴിയുന്ന 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. സ്വയം പരിശോധിച്ച് കർത്താവിന്റെ മുൻപാകെ എങ്ങനെ പെരുമാറണമെന്ന് സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഓർക്കുക, ബൈബിൾ പറയുന്നു, നിങ്ങൾ ലോകത്തിലുള്ളവരെങ്കിലും ലോകക്കാരല്ല. അതിനാൽ കർത്താവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. ഈ ആഴ്ച അത് എഴുതാൻ തുടങ്ങുക. ഇത് പറയുന്നു, അവരെ സ്നേഹിക്കരുത്, അവരെ സ്നേഹിക്കരുത്, അവരെ സ്നേഹിക്കരുത് എന്ന് ഉറപ്പാക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. ദൈവം നിങ്ങൾക്ക് പണം നൽകുമ്പോൾ നിങ്ങൾക്ക് ജാഗ്രത പാലിക്കാനുള്ള മാർഗം ഇതാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണെന്ന് നോക്കുക. അതിൽ നിന്നും മനസ്സിലാകും നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം നേടാൻ ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുക. ഇത് കാണുന്ന നിങ്ങൾ ഒരു ചെറുപ്പക്കാരനും ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവനും ആണെങ്കിൽ ഗെയിമുകൾ കളിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് നിങ്ങളുടെ കർത്താവുമായുള്ള സമയം മാറ്റി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന 2-ാമത്തെ വാക്യം റോമർ 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തോട് അനുരൂപമാകരുത്. അനുരൂപമാകുക എന്നതിനർത്ഥം ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിർബന്ധമാക്കിയ ചില ശൈലികൾ
പെരുമാറ്റം, സംസ്കാരം എന്നിവ പിന്തുടരാൻ തുടങ്ങുക. നിങ്ങൾ അവരെ പോലെയാണ്. നിങ്ങൾ അവരെ പോലെ സംസാരിക്കുന്നു. നിങ്ങൾ അവരെ പോലെ പെരുമാറുന്നു. ഈ ലോകത്തിന്റെ സംസ്കാരം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഇതൊരു അപകടകരമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ പോലെയാകില്ലെന്നും അവർ നിങ്ങളെ പോലെയാകുമെന്നും ബൈബിൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ വാക്യം 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്. നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ലോകത്തെ സ്നേഹിക്കരുത്. രണ്ടാമത്തേത്, ലോകത്തെ പോലെ ആകരുത്, അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപമാകരുത്. മൂന്നാമത്തേത്, ലോകവുമായി പങ്കാളികളാകരുത്. പിന്മാറ്റത്തിൽ പോയ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ദൈവ പൈതലാണ്, എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നത് തുടരുന്നു. അങ്ങനെ ലോകത്തെ പോലെ ആയിത്തീരുന്നു. നിങ്ങൾ ഇത് വളരെ കാലമായി സ്നേഹിച്ചതിനാൽ ഇപ്പോൾ ഇത് പ്രകടമാകാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ഇത് മറക്കുന്നില്ല. നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നു. 3, നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ അതിനെ അടിമയായി തീർന്നു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരേ നുകത്തിൻ കീഴിലാണ് വരുന്നത്. നിങ്ങൾ ഒരേ കുടക്കീഴിൽ വരുന്നു. ഇപ്പോൾ ഇത് ഒരു പങ്കാളിത്തമായി മാറുന്നു. ദൈവജനമേ, ഈ വചനം യഥാസമയം നിങ്ങളിലേക്ക് വരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വയം പരിശോധിച്ച് കർത്താവിനോട് പറയുക, യേശുവേ, എനിക്ക് നിന്നെ അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മടങ്ങി വരണം. എനിക്ക് കർത്താവുമായി അടുക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന രീതി, ഞാൻ ആദ്യം എൻ്റെ ആഗ്രഹങ്ങളെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കും. ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ടൈപ്പ് ചെയ്യുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഈ ആഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് എന്താണ്? അതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കർത്താവായ യേശുവിനെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് നിങ്ങളിൽ ചിലർക്ക് പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾ അവനോട് ഏറ്റവും കൂടുതൽ ഇടപഴകി. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തോടാണ്. ദൈവജനമേ, നമ്മുടെ തലമുറ കർത്താവിങ്കിലേക്ക് തിരിയേണ്ട സമയമാണിത്. നാം കർത്താവിനെ യഥാർത്ഥത്തിൽ നോക്കേണ്ട സമയമാണിത്. ഉണർവിനുള്ള സമയമാണിത്. നമ്മുടെ സഭകൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. ഒരു ശരീരമെന്ന നിലയിൽ നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കേണ്ട സമയമാണിത്. പേരിനു വേണ്ടി വിശ്വാസികൾ ആകരുത്. ഇത് കർത്താവിന്റെ മേശയുടെ സമയമാണ്. അവനെ സ്മരിക്കുന്നതിനായി ഇത് ചെയ്യാൻ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവജനമേ, ഇന്ന് നമ്മൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെ താൻ വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന നമ്മുടെ മണവാളനാണ് യേശു എന്ന് ഓർക്കുക. അവൻ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആഗ്രഹിക്കുന്നു. നാം അവനോടൊപ്പം ഒന്നായി തീരാനും ഫലം കായ്ക്കാനും അവൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം നിങ്ങൾ അപ്പം നുറുക്കി വീഞ്ഞു കുടിക്കട്ടെ. അത് സമർപ്പണത്തിന്റെ സമയമായിരിക്കട്ടെ. നാം അവനോട് ഒന്നായി തീരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ആയിരിക്കട്ടെ. നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ 1 മിനിറ്റ് എടുക്കുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ ബൈബിൾ പറയുന്നു, അവൻ അപ്പം കയ്യിലെടുത്തു. സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് എന്റെ ശരീരം നിങ്ങൾക്കായി തകർന്നിരിക്കുന്നു. ദൈവജനമേ, കർത്താവിന്റെ ശരീരം നമുക്കായി തകർന്ന ആ വിലയേറിയ നിമിഷം നമ്മൾ ഓർക്കുക. സ്വർഗീയ പിതാവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ മക്കൾ എവിടെയാണ് അപ്പം നുറുക്കുന്നത്? ദൈവ സാന്നിധ്യം യേശുവിന്റെ മഹത്തായ നാമത്തിൽ
അവരിലെല്ലാവരും വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവർ ഇപ്പോൾ എവിടെയായിരുന്നാലും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി തകർന്ന യേശുവിന്റെ ശരീരം ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവാത്മാവേ, അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഈ അപ്പത്തിൽ പങ്കാളികളാകുമ്പോൾ അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ കർത്താവേ യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ക്രൂശിക്കപ്പെട്ടു. അങ്ങയെ വീണ്ടും ക്രൂശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ഈ കർത്താവിന്റെ മേശയിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ഒരു കാര്യം, ഒരു പുതിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. മുമ്പൊരിക്കലും ഞങ്ങൾ അങ്ങയോടൊപ്പം നടന്നിട്ടില്ലാത്ത വിധത്തിൽ അങ്ങയോടൊപ്പം നടക്കാൻ അത് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ മഹത്തായ നാമത്തിൽ ആമേൻ. ദയവായി മുന്നോട്ട് പോയി റൊട്ടി വിതരണം ചെയ്യുക. ഈ നിമിഷം നാം സ്വയം അപ്പത്തിൽ പങ്കാളികളാകാം. If ever I should lose my way, if ever I deny your grace, remind me of the price you paid. Hallelujah, I'll live in remembrance. Amen. Amen. ആമേൻ. ദൈവത്തിന് നന്ദി. അതുപോലെ അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ പാനപാത്രം പകർന്നു. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തം എന്ന് പറഞ്ഞു. ദൈവജനമേ, രക്തം ഇപ്പോഴും സജീവമാണ്. രക്തം ഇപ്പോഴും നമുക്കായി സംസാരിക്കുന്നു. രക്തം ശക്തമാണ്. പിതാവേ, അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആ രക്തം ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം കഴുകിക്കളയണമേ. ഹിമം പോലെ വെടിപ്പാക്കണമേ. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. അവരുടെ വീടുകളിലെ എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും ഇപ്പോൾ അവർ അപ്പം നുറുക്കുമ്പോൾ യേശുവിന്റെ മഹത്തായ നാമത്തിൽ പൊട്ടിമാറട്ടെ. യേശുവിന്റെ മഹത്തായ നാമത്തിൽ ദൈവജനമേ, ഇത് സംഭവിക്കുന്നു. ഞാൻ ഇപ്പോൾ ശക്തമായ ചില ദർശനങ്ങൾ കാണുന്നു. നിങ്ങൾ ഇതിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ വീടിനോട് യുദ്ധം ചെയ്യുന്ന ചില ആത്മാക്കൾ യേശുവിന്റെ മഹത്തായ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ മഹത്തായ നാമത്തിൽ. പിതാവേ, ഇതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Remind me you're not finished. Thank you, Holy Spirit. Yet. Hallelujah, hallelujah, hallelujah. I'll live in remembrance. നന്ദി യേശുവേ. താങ്ക് യു പാസ്റ്റർ ആൻഡ്രൂ. വൗ, ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കൃപയ്ക്ക് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കിടുക. നിങ്ങളോടൊപ്പം ലൈവിൽ വരുന്നത് സന്തോഷകരമാണ്. നന്ദി. ആത്മിക കുടുംബമായതിന് നന്ദി.
യേശുവിനെ സ്നേഹിച്ചതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശുവിനെ ബഹുമാനിച്ചതിന് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ അഭിനിവേശത്തിനും വിശ്വസ്തതയ്ക്കും നിങ്ങളുടെ പ്രതിബദ്ധതയ്ക്കും കർത്താവ് നിങ്ങൾക്കായി പുതിയ വാതിൽ തുറക്കട്ടെ. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. മുമ്പെങ്ങുമില്ലാത്ത വിധം നിങ്ങൾ വളരട്ടെ. ആത്മീയമായി മുമ്പെങ്ങുമില്ലാത്ത വിധം നിങ്ങൾക്ക് സന്ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവജനമേ, ആനന്ദിക്കുക. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാർ. അതെ, അതിനാൽ സമാധാനത്തോടെ പോകുക.